ക്യാരറ്റ് ജ്യൂസ് അടിക്കലും മുസമ്പി കുടിക്കലും ഈ കോഹ്ലിയുടെ ചെയ്യുന്ന പരിപാടികൾക്ക് ഈ കോഹ്ലിയുടെ ഈ മരം മണ്ടൻ എന്താ ചെയ്യുന്നത് കോഹ്ലിയുടെ ഇങ്ങോട്ട് വന്നാ മോനെ 400 rupees super chat. പണിഷ്മെന്റ് ഞാൻ അറിയാണ്ട് വാക്ക് പറഞ്ഞു മൈ പറഞ്ഞു. അപ്പൊ പണിഷ്മെന്റ് എന്താണ്? മൈൽഡ് ആയിട്ടുള്ള പണിഷ്മെന്റ്. അങ്ങനെ ഇതും ബോഡി പാർട്സ് പോലല്ലേ പേഴ്സണൽ ലോകത്ത് എന്തോ അങ്ങനെ പറയാനോ ഇല്ലാതെ ഇഷ്ടപ്പെട്ട അത് മോശം പണിഷ്മെന്റ് ആണോ ചെയ്യാൻ പറ്റും? അത് വേണ്ട അത് വേണ്ട പണിഷ്മെന്റ് അല്ല ഇവര് പരിപാടിയാ. അയ്യോ ഗൈസ് അങ്ങനെ പണിഷ്മെന്റ് തരല്ലേ പ്ലീസ്. നിന്റെ മുഖം പറയാ അതല്ല വാർത്ത കൊടുക്ക്. ഇതെന്താ നല്ല പരിപാടിയല്ലേ. എല്ലാവർക്കും മനസ്സില്ല മനസ്സോടുകൂടി ഞാൻ ചെയ്യാം. എല്ലാവരും അങ്ങനെ കാണാൻ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എന്തിനാടാ ഓന് ഇങ്ങനെ സന്തോഷം കൊടുക്കുന്നത് നിങ്ങള്? എനിക്ക് മൂടൊന്നില്ലേ പിന്നെ ഞാൻ ചെയ്യാം. പിന്നെ എല്ലാവരും പറയുന്നല്ലേ ഓക്കെ ചെയ്യാം. അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ടടാ. അത്ര സങ്കടപ്പെട്ട് നീ ചെയ്യണ്ട. വേണ്ട എന്താ വിളിച്ചിപ്പോ ഒരു പുള്ളി വരുമല്ല എന്ത് അണ്ടി എന്ത് ചീത്ത അണ്ടി എല്ലാവർക്കും ഉള്ള സാധനം നിൽക്കില്ലടാ. നിൽക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട്. കശുവണ്ടി തേങ്ങാണ്ടി എന്തിനാടാ ഇവനിങ്ങനെ കുളിർമയ മനസ്സിന് സന്തോഷം കൊടുക്കും നിങ്ങള് നാറികളെ. പ്രപ്പോസ് അത് വേണ്ട എന്നാ ഞാൻ ചെയ്യാം. ആ നിനക്ക് വേണ്ടി ആ തെറ്റി ഞാൻ ഇതെടുക്കാം. നീ ആ കൊല്ലക്കുറ്റം ചെയ്തില്ലേ അതിന്റെ ഇത് ഞാൻ ജയിലിൽ പോയി കിടന്നോളാം. നീ അത് നിനക്ക് വേണ്ടിട്ട് എന്ത് തെറ്റും ഞാൻ ഇതായിക്കോളാം. എന്ത് നിനക്ക് വിധിച്ച പണിഷ്മെന്റ് ഇവരെ ഏറ്റെടുക്കാന്ന് പറയുന്നത് പറയട്ടെ. അല്ല നിങ്ങൾ പണിഷ്മെന്റ് പറയട്ടെ. ഷമീർ പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത്. അപ്പൊ ഷമീറിന് എന്താ പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക? ഷമീറിന് എന്താ പണിഷ്മെന്റ്? ഷമീർ അനക്കോട്ട് അങ്ങനെ ഞാൻ പറയും ശിക്ഷ അനക്കുള്ള പണിഷ്മെന്റ് ഷമീർ ഏറ്റെടുക്കാന്ന് പണിഷ്മെന്റ് പറഞ്ഞു കൊടുക്കുക. അല്ല പറയട്ടെ ചാറ്റ് പറയട്ടെ. ആ ഇതേ പണിഷ്മെന്റ് ആയിരിക്കും ചാറ്റ് പറയട്ടെ. ആ ചാറ്റ് പറയട്ടെ. പണിഷ്മെന്റ് ഏറ്റെടുക്കാന്ന് പറയുന്നത് പറ ചാറ്റ് എന്താ പണിഷ്മെന്റ്? അല്ല ഇപ്പൊ പറയോ അതന്നെ തന്നെ. പിന്നെന്ത് വേറെന്താ പണിഷ്മെന്റ്? വേറെന്താ പണിഷ്മെന്റ്? പ്രപ്പോസ് വേറെ ഉള്ളൂ. ഇല്ല അത് എന്റെ നേരത്തെ എന്ത് ഡിലേ ആണ്. കുറച്ച് കിസ് റാമ്പോ ചില്ലി എടുത്ത് കേട്ടാലോ ചില്ലി എടുത്ത് മുഖത്ത് വെക്കും. എന്താ പറയുന്നത്? കിസ് റാമ്പോലും വലിയൊരു പണി ഞങ്ങൾക്ക് കിട്ടാനില്ല. ഇല്ല ഈ അമ്മയ്ക്കല്ലേ ഞങ്ങൾക്ക് മുത്തം വെക്കാൻ പറ്റില്ല. ഞാൻ നിന്റെ സുഹൃത്തല്ല. നീ സുഹൃത്തല്ലേ? അനക്ക് നിന്നെ അറിയില്ല. എന്താ നിന്റെ പേര്? നിന്റെ പേരെന്താ? ഏത് കുട്ടു? ഏത് കുട്ടു? എന്റെ അടുത്ത് വീട് മൈക്കെല്ലാം പോയി ആയി കൊടുത്തു. അവിടെ പോയി നിന്റെ ഉള്ളിൽ കുടുങ്ങി. അവിടെ കുടുങ്ങി മൈക്കടെ പോയി. ഇനി ആ മൈക്ക് ആരും തുടങ്ങാം. ഉള്ളിൽ ഷഡിനുള്ള അപ്പൊ ഇതില്ല പണിഷ്മെന്റ് ഇല്ല. എന്തിനാ അങ്ങനെ ഫ്രണ്ട്സിനെ സഹായിച്ചിട്ടുള്ള ഇതൊന്നും വേണ്ട. കിസ് റാമ്പോ നല്ലൊരു പണിഷ്മെന്റ് അല്ലേ? നല്ലൊരു പണിഷ്മെന്റ്. അടിപൊളി പണിഷ്മെന്റ് ആണ്. ജുറാസിക് പാർക്കിലെ പുതിയൊരു ആൻസിസ്റ്ററാണ് ഇവൻ. ഇവനെ ഞാൻ കിസ് ചെയ്യൂല. ഇവനെ ഞാൻ കിസ് ചെയ്യൂല. ഇല്ല ഞാൻ വിട്ടു പോണേ. ഞാൻ വിട്ടു. ഇവനെ ഞാൻ സഹായിക്കുന്നില്ല. നീ പ്രപ്പോസ് ഒന്ന് മുന്നോട്ട് ചെയ്യോ? നീ എന്നെ ഇത് ചെയ്തേ പറ്റുള്ളൂ.
നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്തത്. നോക്കട്ടെ മൈക്കിൽ വെള്ളം കയറി എക്സ്പീരിയൻസ്. ഞാൻ പ്രിയങ്ക ചോപ്രനല്ല കിസ് ചെയ്തത്, ഞാൻ ഈ കരടിനെ കിസ് ചെയ്തിട്ട് നീ എന്നോട് എക്സ്പീരിയൻസ് വയ്ക്കുന്നത്. എക്സ്പീരിയൻസ് ഇവ പുട്ടൊന്നും കണ്ടില്ല വൈകുന്നേരം എന്റെ വായിൽ പുട്ടല്ല കയറി. ശരിക്കും ചുണ്ടെടുത്തില്ല. ഇവന്റെ കാമക്കടി തീർത്തത് വിപുലമായ ചുണ്ടുകളിലാണ് ഞാൻ തീർത്തത്. കിസ് ചെയ്യാത്ത ചുണ്ടുകൾ ഇവന്റെ വായി നോക്കി ഇവന്റെ പല്ല് നോക്കി അവിടെ പുട്ടല്ല കിടക്കുന്ന എന്റെ ആഗ്രഹം എന്തായിരുന്നു അറിയാം, എന്റെ ജീവിതത്തിൽ എന്റെ വെർജിനിറ്റി പോകുന്നുണ്ടെങ്കിൽ ഒരു സുന്ദരിയായ ഒരു പെൺകൊച്ചി, അത്രയും സൗന്ദര്യമുള്ള ദീപിക പത്മോണ്ട പോലത്തുള്ള ഒരു പെണ്ണായിരുന്നു. അവർക്ക് കിട്ടിയത് ഈ പെട്ടിപ്പലകനായിട്ട് കിട്ടിയത് ഈ ഡ്രമ്മിലോ പോയിട്ടില്ല. പോയി പിന്നെ പോകും. അപ്പൊ പിന്നെ ഗേ ആയിട്ടുള്ള ആൾക്കാർക്ക് വെർജിനിറ്റി എങ്ങനെ പോകുന്നത്? ആണും ചെയ്തിട്ടല്ലേ പെണ്ണും പെണ്ണും ചെയ്തിട്ടല്ലേ ലെസ്ബിയൻ? നിന്റെ പോയിനാ എങ്ങനാ? നിന്റെ വെർജിനിറ്റി ഞാൻ ആണുങ്ങളെ ഉത്തരമൊക്കെയല്ലോ. ഞാൻ ചോദിച്ചതാ, കാര്യം ചോദിച്ചതാ. ഇപ്പൊ സഫാനൊന്ന് മുത്തം വെച്ചിട്ട് വന്നു. നീ അവസാനം മുതലെടുത്ത എന്റെ ലിബിലമായ ചുണ്ടുകളിൽ നീ കിസ് ചെയ്തിട്ട് നിന്റെ ചുണ്ടിലാ തുപ്പി പ്രപ്പോസ് മെഹറൊന്നും പറയല്ലേ, അതൊന്നും ശരിയാവൂല. ഇപ്പൊ പൊട്ടാമസിന്റെ ഇവന്റെ മുഖൻ എന്റെ മുഖത്ത് പതിപ്പിച്ചെന്തിനാ ഇത് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിട്ടാ ഇപ്പൊ പൊട്ടാമസിനാ. പക്ഷെ ചേട്ടല്ലാതെ പറയുന്നത് ഈ കരടീനെ കൊണ്ട് തന്നെ മുത്തും വെപ്പിച്ചെന്നിട്ട് ഇവനിപ്പോ പ്രപ്പോസ് ചെയ്ത് കൊടുക്കുന്ന ചേട്ടാണ് എനിക്ക് അങ്ങനെയല്ല റാംബോ പെണ്ണ് കിട്ടാതെ മൂത്ത് നിന്നതാണ്. ഷമീറിനെ ചുണ്ടു പൊട്ടി രാത്രി ബാക്ക് പൊട്ടും. റാംബോ സീനാണ് ജിയോ വേണമെങ്കിൽ ഇറങ്ങി കൊണ്ട് ഷമീറെ എടാ ഞാൻ കാര്യം പറ്റേ മെഹറിന് നാളെ പ്രപ്പോസ് ചെയ്യാം. ഞങ്ങൾക്കൊന്ന് പ്രിപ്പയർ ആവണം. ഞാൻ ഇപ്പൊ ആലോചിച്ച പെട്ടെന്ന് അതിനെ കുറിച്ച് റിയലായിട്ട് ആലോചിക്കുമ്പോൾ മനസ്സിലാവുന്നത്. കാരണം എല്ലാവരും പ്രപ്പോസ് ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് പ്രപ്പോസ് ചെയ്താൽ മതി. നോക്ക് എല്ലാവരും പ്രപ്പോസ് ചെറുതായിട്ടൊരു ഉമ്മ കൊടുത്ത് ഇവന്റെ ഉമ്മാന്ന് വെച്ചാൽ അങ്ങനെയാണ്. ഇവന്റെ മുഖം തന്നെ ഇങ്ങനെയാണ്, ഇത്ര വണ്ണുണ്ട്. മുഖം മൊത്തം ഇഡലി കൊടുക്കുന്ന പോലെ ഇവ ചെയ്തത്. പ്രപ്പോസ് ലവ് അല്ല അതൊക്കെ ഞാൻ പറയുന്നത്. ഞാൻ പ്രപ്പോസ് ചെയ്യാം, നാളെ പ്രപ്പോസ് ചെയ്യാം. ഓക്കെ, നാളെ പ്രപ്പോസ് ചെയ്യാം. അത് പ്രിപ്പയർ ആണ്. മോനെ ഇത് എടി പ്രപ്പോസ് നമ്മൾ സംഭവിച്ചു. ഞാൻ കാര്യം പറ്റേ മെഹറും ഞാനുമായിട്ട് മെഹർ നമ്മുടെ ഫുൾ ഗ്യാങ്ങുമായിട്ടുള്ള ഇന്റർവ്യൂവിന്റെ ഇടയിൽ നമുക്കിങ്ങനെ കടലാസ് നറുക്കെടുത്ത് എനിക്ക് കിട്ടിയത് പ്രപ്പോസ് മെഹറാണ്. ഓക്കെ, അത് ഞാൻ സ്കിപ്പ് ചെയ്തു. ഞാൻ പറയാം എനിക്ക് പെട്ടെന്ന് തന്നെ പ്രപ്പോസ് ചെയ്യാൻ പറ്റില്ല. ഞാൻ ഒന്ന് ആലോചിച്ച് പ്രപ്പോസ് ചെയ്യാന്ന് വെച്ചിട്ട് ഇന്റർവ്യൂ
ഫീഡ്ബാക്ക് പിന്നെ അത് മറന്നുപോയിട്ട് അത് സ്കിപ്പ് ചെയ്താ ഈ പ്രപ്പോസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഉള്ളിൽ ചെയ്യണം. അത് നമുക്ക് ഒരിക്കലും അങ്ങനെ മറ്റേ ഇതുപോലെ ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? അത് വരൂല, അങ്ങനെ വരില്ല. പറയുന്നത് മനസ്സിലാക്കി. ഈ പ്രപ്പോസ് എന്ന് പറഞ്ഞാൽ നമ്മള് അറിഞ്ഞുള്ളത് ഫീൽ എടുത്ത് ചെയ്യണം. അല്ല അല്ലാണ്ട് അങ്ങനെ ഫേക്ക് ചെയ്യാൻ പറ്റില്ല. അത് ഫേക്ക് ചെയ്യാൻ പറ്റാം. മറ്റേ എന്തോ പറയാലോ പിക്കപ്പ് ലൈനിൽ എടുത്തിട്ട് ക്രിഞ്ച് മറ്റേ നീയൊരു മല ഞാനൊരു അങ്ങനത്തെ റിയൽ സാധനം റിയൽ സാധനം അങ്ങനെയല്ല ഫീൽ എടുത്ത് പറയാം. അല്ല അത് ആലോചിച്ച് ഞാൻ നാളത്തേക്കൊന്ന് എഴുതിയിട്ടാ അല്ലെങ്കിൽ അന്ന് ആലോചിച്ചിട്ട് പഠിച്ചിട്ടാണ് നാളെ പ്രപ്പോസ് ചെയ്യാം. ഞാൻ ഇപ്പൊ പ്രപ്പോസ് ചെയ്യില്ലേ. ഇതിപ്പോ ആലോചിച്ച് ഒരു സാധനം ഇതാക്കണം മൈൻഡില്. മനസ്സിലായി എന്താ പറയണ്ടേന്നുള്ളത് ചെയ്തു പ്രപ്പോസ് എന്ന് പറഞ്ഞ കാര്യം എനിക്ക് ഉള്ളിൽ തന്നെ ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരു പെണ്ണിനെ നമുക്ക് സ്പോട്ടിൽ അങ്ങ് പ്രപ്പോസ് ചെയ്യാം അല്ലേ? നമ്മള് മങ്കി കയറിയിട്ട് എന്താ ചെയ്യുന്നത്? നമ്മള് മങ്കി കയറിയിട്ട് എന്താ ചെയ്യുന്നത്? ആയിക്കോട്ടെ മാറ്റി കൺഫ്യൂഷൻ അപ്പൊ ഞാൻ പറയുന്നത് പല്ല് പൊന്തിട്ടാ തുടങ്ങുമ്പോഴാണ് ഇങ്ങനത്തെ സാധനങ്ങൾ വരാം. അങ്ങനെ നോക്കാനാണ് നീ മൊത്തത്തിൽ നോക്കണം. അത് ഒരു വിഷയമല്ല. നീ സുന്ദരനാണ്, അതിലൊന്നും ഇതല്ല. പക്ഷെ ആ കാര്യമല്ല ഞാൻ പറയുന്നത്. നീ നിനക്ക് ശരിക്കും സുന്ദരനാണോ ചോദിച്ചാല് സുന്ദരൻ തന്നെയാണ്. നിന്നെ എങ്ങനെയാണ് ഞാൻ പറയാ കാട്ടുമാക്കാനെ? പ്രപ്പോസ് ഇല്ല. അതിന് വേണ്ടിട്ടാണ് ഞാൻ കരടിന്റെ കടി കൊണ്ടത്. ഇനി പ്രപ്പോസും കൂടി ചെയ്തിട്ട് പിന്നെ ഇതെന്ത് പ്രിവിലേജാ നിനക്ക്? ഞാൻ ഇതിന് ചെയ്തു. ഈ അമ്മിക്കുട്ടിയുടെ മേത്ത് വേണ്ടില്ലേ ഇപ്പൊ നിനക്ക് പ്രപ്പോസ് ചെയ്യില്ല. ഞാൻ നാളെ എന്തായാലും ഉറപ്പായിരിക്കും. നാളെ ഞാൻ എന്തായാലും ഞാനൊന്ന് പ്രിപ്പയർ ആയിട്ട് ഞാൻ നാളെ എന്തായാലും ഇപ്പൊ 12 ആയപ്പോ അത് 1 മണി പാതിരാത്രി 1 മണിക്കൂർ പെണ്ണിനെ വിളിക്കാവോ? ഒരാഴ്ച മുമ്പ് 1 മണിക്ക് 1:30 എന്തോ വിളിച്ചു. അതാ പോക്കിൽ ഇഷ്ടപ്പെട്ടിട്ടില്ല. മുഖത്തുണ്ടായിരുന്നത് നാളെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടാക്കി. നാളെന്ന് പറഞ്ഞൊരു ദിവസം CA സർട്ടിഫിക്കറ്റിന് പറയുന്നല്ലേ? അതുപോലെ ഇത് അതുപോലെയല്ല. നാളെന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാൻ പ്രപ്പോസ് ചെയ്തിരിക്കും ഉറപ്പായിട്ടും. കാര്യം പറയാം. ആ പിന്നെ നമുക്ക് പഠിക്കണം, നമുക്ക് പ്രിപ്പയർ ആണ്. പഠിക്കാൻ ഇത് PSC എക്സാം ഒന്നല്ല. ഇതൊക്കെ കാര്യം. അപ്പൊ നിനക്ക് ശരിക്കും ഇഷ്ടമാണ് ഇത്? ഞാൻ ഇത് ആലോചിച്ചിട്ടില്ല. ഇതൊരു 5 മിനിറ്റ് ആയിട്ട് ഇതാണ് സംസാരം. ഞാൻ ആലോചിക്കുള്ളൂ. ഞാൻ ചിന്തിക്കുപോയി. പിന്നെ ഒരു പെണ്ണിന്റെ ഇതല്ലേ. അപ്പൊ പെണ്ണിന്റെ മങ്കിയിൽ കയറിട്ട് എത്രയോ പെമ്പിള്ളേർ ഇതാക്കുന്നത് വേറെ നമുക്ക് അറിയുന്നൊരു കുട്ടിയല്ലേ. അറിയുന്ന കുട്ടി അറിയുന്ന പെണ്ണല്ലേ. നീ പറയുന്നത് ഞാൻ വിശ്വസിക്കാൻ പറ്റില്ല. നിന്റെ ഉള്ളിൽ എന്താ ശരിക്കും? പിന്നെ തമാശ തമാശയാണ്. ചെറുതായിട്ട് എല്ലാരും ഒന്ന് മാറിയാ ഞാൻ 2 ഇതടിക്കട്ടെ. മറ്റേ ഡിസ്കൗണ്ട് റിയാക്ഷൻ അടിക്കട്ടെ. മാറാമോട്ട് ഇവർ ഈ നൗ സ്പാം ചെയ്തു പെട്ടെന്ന് അത് റിയാക്ട് തന്നെ ചെയ്യാം. പട്ടാൾക്ക് ടെൻഷനാ ലൊട്ടകളെ വെറുതെ ഇതാക്കല്ല, അഴുങ്ങാറാക്കല്ല. ഇതെല്ലാം ജീവിതത്തിൽ ആലോചിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അങ്ങനെയല്ല തമാശക്ക് വെറുതെ പ്രപ്പോസ് ചെയ്യുന്നതാണെങ്കിൽ പോലും അത് ആലോചിച്ച് ചെയ്യണമെന്ന് ഞാൻ പറയും. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ഒരിക്കലും ഈ ഫീലിങ്സ് വെച്ച് കളിക്കരുത്. ചാറ്റ് അത് നിങ്ങൾ ചിന്തിക്കണം. എന്റെ ആയാലും ഓളായാലും ഫീലിങ്സ് വെച്ച് കളിക്കരുത്. അങ്ങനെ ഒരു സംഭവം ഉണ്ട് ചാറ്റ്. ഞാൻ പറയുന്നത് പ്ലീസ് ഞാൻ ചെയ്യണം. നേരത്തെ റിപ്പോർട്ട് കേസ് എപ്പം ഡിസ്റെസ്പെക്ട് ആക്കി ഞാൻ അടുത്ത ഈ പിതാശറിന് ഇങ്ങനത്തെ കുറച്ച് അസുഖം ഉണ്ടല്ലോ. എന്താ ഞാൻ ഇല്ലാത്ത കാര്യം പറഞ്ഞു. ഞാൻ റിപ്പോർട്ട് കേസ് വ്യൂസ് എങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്തു? ഞാൻ 2ാമത് പോൾ ഇട്ടപ്പോ ഏത് പോളാണ് നോ റിപ്പോർട്ട് എന്നുള്ള പോളല്ലേ ജയിച്ചത്. അവിടെ നോ റിപ്പോർട്ട് ഇട്ട ഞാൻ ശരിക്കും റിപ്പോർട്ട് ഉമ്മ ശരിക്കും ആക്ച്വൽ റിപ്പോർട്ട് ഞാൻ ചെയ്യാൻ നിന്നതാ.
ഞാൻ ഒരു മമ്മൂന്റെ ഒരു ഇത് ആലോചിച്ചിട്ട് മാത്രമാണ് ഞാൻ പിന്നെ എന്താ പിന്നെയും ഇതാക്കിയത് മനസ്സിലാവും. പക്ഷെ വ്യൂവേഴ്സിനെ ഞാൻ ഡിസ്റെസ്പെക്ട് ചെയ്തിട്ടില്ല.